നമസ്കാരം, ചലഞ്ചറാപ്പിന്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് നോക്കുന്നത് 2024 കായിക പുരസ്കാരങ്ങളാണ്. അപ്പൊ കുറച്ച് കായിക പുരസ്കാരങ്ങൾ, അതായത് ഒളിമ്പിക്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതും ബാക്കി കുറച്ച് മിസലേനിയസ് ആയിട്ടുള്ളതും നമ്മൾ ചെയ്തിട്ടുണ്ട്. അതൊന്നും ഇതിൽ ആഡ് ചെയ്യുന്നില്ല. അല്ലാതെ പുതിയതായിട്ട് വന്ന വർഷാവസാനം 2024 അവസാന ഘട്ടത്തിലൊക്കെ വന്ന കുറച്ച് പുരസ്കാരങ്ങളാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പൊ നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. നമ്മുടെ ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ചലഞ്ചർ ആപ്പ് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതാണ് ഡിസ്ക്രിപ്ഷൻ ബോക്സ്. അതിൽ ഈ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നേരെ പ്ലേ സ്റ്റോറിലേക്ക് പോകും, അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. പിന്നെ നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്ത് അത് രജിസ്റ്റർ ചെയ്യാം. അപ്പൊ അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരുപാട് സ്ക്രീൻ കാർഡുകൾ കാണാൻ പറ്റും. ഇപ്പം ഒരുപാട് കോഴ്സുകൾ അതിൽ റണ്ണിങ് ആണ്. നിങ്ങൾ ഏത് എക്സാമിന് വേണ്ടിയാണോ പ്രിപ്പയർ ചെയ്യുന്നത് ആ എക്സാമിന് വേണ്ടിയിട്ടുള്ള കോഴ്സുകൾ ഇതിൽ അവൈലബിൾ ആണ്. അപ്പൊ കോഴ്സുകൾ റണ്ണിങ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ ജോയിൻ ചെയ്യേണ്ടത് അത് ജോയിൻ ചെയ്യാം. ബാക്കിയുള്ള ടോപ്പിക് എക്സാം, ഡെയിലി എക്സാം, ഒത്തിരി എക്സാംസ് ഉണ്ട്, മോക്ക് എക്സാംസ് ഉണ്ട്. അപ്പൊ നിങ്ങൾക്ക് റിവിഷൻ നടത്തുന്നവർ കുറച്ച് റിവൈസ് ചെയ്യാൻ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പൊ നിങ്ങൾ വേഗം പഠിച്ചു തുടങ്ങാം. ഇപ്പൊ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് വന്നിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാം. അപ്പൊ നിങ്ങൾക്ക് ഏതാണോ വേണ്ടത് അത് വേഗം പഠിച്ചു തുടങ്ങാം. നമ്മൾ ഇന്ന് നോക്കുന്നത് കായിക പുരസ്കാരങ്ങളാണ് കേട്ടോ. ഞാൻ പറഞ്ഞതുപോലെ എല്ലാ കായിക പുരസ്കാരങ്ങളും നോക്കുന്നില്ല. കുറച്ചൊക്കെ നമ്മൾ നേരത്തെ നോക്കിയിരുന്നു. അപ്പൊ അതും കൂടി വീണ്ടും പഠിച്ച് നിങ്ങൾ ഒരുപാട് കൺഫ്യൂഷൻ ആക്കണ്ടെന്ന് വെച്ചിട്ടാണ്. അപ്പൊ അത് ആ പഴയ വീഡിയോ തന്നെ കണ്ടാൽ മതി. കുറച്ച് മുന്നേ പോയാൽ മതി, കാണാൻ പറ്റും. സ്പോർട്സിന്റെ വേദികളും അതിന്റെ പുരസ്കാരങ്ങളും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഉൾപ്പെടാത്തതാണ് ബാക്കി ചെയ്തിരിക്കുന്നത്. അപ്പൊ എല്ലാം കൂടെ പഠിച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവും. അതുകൊണ്ടാണ് ഇതിപ്പം ലാസ്റ്റ് വന്നതാണ് കേട്ടോ. ഇപ്പൊ മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം. അപ്പം ഇന്ത്യയുടെ കായിക ബഹുമതി, പരമോന്നത കായിക ബഹുമതി അറിയപ്പെടുന്നതാണ് എന്ത്, ധ്യാൻചന്ദ് പുരസ്കാരം എന്നുള്ളത്. അത് മുന്നേ രാജീവ് ഗാന്ധി ഖേൽരത്ന എന്നായിരുന്നു, അത് പേര് മാറ്റിയിട്ടാണ് ധ്യാൻചന്ദ് ഖേൽരത്ന ആക്കിയത്. അപ്പൊ ഇന്ത്യയുടെ പരമോന്നത കായിക പുരസ്കാരമാണ് എന്ത്, മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം എന്ന് പറയുന്നത്. ഇത് ഇത്തവണ 4 പേർക്ക് 2024 4 പേർക്കാണ് കിട്ടിയിരിക്കുന്നത്. ആർക്കൊക്കെയാണെന്ന് നോക്കാം. ഒന്ന് ഗുകേഷ് ഡി, നമുക്കറിയാം ചെസ്സിന്റെ ആളാണ്, തമിഴ്നാട് സ്വദേശിനിയാണ്. നമുക്ക് ന്യൂസിലൊക്കെ ഒരുപാട് കാണുന്നുണ്ട്. ഗുകേഷ് ഡി ചെസ് ചാമ്പ്യൻ ആണ്. 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പില് പങ്കെടുത്തിട്ടുണ്ട്. 2024 വേൾഡ് ചെസ് ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുത്തിട്ടുണ്ട്. അതിൽ ഡിങ് ലിറനെ പരാജയപ്പെടുത്തിക്കൊണ്ട് ചെസ് ചാമ്പ്യൻ, വേൾഡ് ചെസ് ചാമ്പ്യൻ ആവുകയാണ് ചെയ്തത്. അപ്പൊ ഒന്നാമത്തെ ആളാരാണ്, ഗുകേഷ് ഡി ആണ്, തമിഴ്നാട് സ്വദേശിയാണ്, ചെസ് ആണ്. അപ്പൊ അത്ര അറിയാലോ. അടുത്ത് മൊത്തം 4 പേർക്കാണ് കിട്ടിയത്. അടുത്ത് ഹർമൻ പ്രീത് സിംഗ് ആണ്, ഹോക്കിയുമായി ബന്ധപ്പെട്ടാണ്, പഞ്ചാബ് സ്വദേശിയാണ്. ഹർമൻ പ്രീത് സിംഗ് ഹോക്കിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, പഞ്ചാബ് സ്വദേശിയാണ്. 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കലം കിട്ടിയിട്ടുണ്ട്. 20 ഒളിമ്പിക്സിലും വെങ്കലം കിട്ടിയിട്ടുണ്ട്. ഒളിമ്പിക്സിന്റെ ഫുൾ ഡീറ്റെയിൽസ് സെപ്പറേറ്റ് ആയിട്ട് തന്നെ നിങ്ങൾ പഠിക്കുക. ഒളിമ്പിക്സും പാരാലിമ്പിക്സും 2 വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട്, അത് കാണുക. അപ്പം അതില് എന്താണ്, കഴിഞ്ഞ 2024 പാരീസ് ഒളിമ്പിക്സിൽ വെങ്കല മെഡൽ നേടിയാണ്. അദ്ദേഹത്തിനും മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന പുരസ്കാരം കിട്ടിയിട്ടുണ്ട്. ഇനിയുള്ള 2 പേര്, ഒന്ന് പ്രവീൺ കുമാർ, പാരാ അത്ലറ്റിക്സ് ആണ്, ഹൈ ജമ്പ് ആണ്, ഉത്തർപ്രദേശ് സ്വദേശിയാണ്. ഏതാണ് നമ്മുടെ ഇപ്പൊ കഴിഞ്ഞ 2024 പാരാലിമ്പിക്സിൽ സ്വർണം നേടിയിട്ടുണ്ട്, പ്രവീൺ കുമാർ ആണ്. ഓക്കെ, ഇതിലാണ് ഹൈ ജമ്പിലാണ് കേട്ടോ. അടുത്ത് മനു ബാക്കർ, നമുക്ക് എല്ലാവർക്കും അറിയാം മനു ബാക്കർ ഷൂട്ടിംഗ് ആണ്, ഹരിയാന സ്വദേശിനിയാണ്. നമ്മുടെ പാരീസ് ഒളിമ്പിക്സിൽ എത്ര മെഡല്, 2 മെഡലാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് 10 മീറ്റർ എയർ പിസ്റ്റളിലും രണ്ടാമത് 10 മീറ്റർ എയർ പിസ്റ്റൽ മിക്സഡിലും, രണ്ടിലും എന്തിലാണ് കിട്ടിയിരിക്കുന്നത്, വെങ്കലം കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഷൂട്ടിംഗിൽ ആദ്യമായിട്ട് മെഡൽ നേടുന്ന വനിത, 2 മെഡൽ വ്യക്തിഗതമായിട്ട് 2 മെഡൽ നേടുന്ന ആദ്യമായിട്ട്, അങ്ങനെ കുറെ വിശേഷണങ്ങളുണ്ട്. അപ്പൊ ആർക്കൊക്കെയാണ്, ഗുകേഷ് ഡി, ഹർമൻ പ്രീത് സിംഗ്, പ്രവീൺ കുമാർ, മനു ബാക്കർ, ഈ 4 പേർക്കാണ് എന്ത് കിട്ടിയിരിക്കുന്നത്, ഖേൽരത്ന അവാർഡ്, അതായത് മേജർ ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ് കിട്ടിയിരിക്കുന്നത്. അടുത്ത് നമ്മൾ നോക്കുന്നത് ദ്രോണാചാര്യ പുരസ്കാരമാണ്. ദ്രോണാചാര്യ പുരസ്കാരം അറിയാം, കോച്ചിന് കൊടുക്കുന്ന പുരസ്കാരമാണ്. ഇന്ത്യയില് പരമോന്നതമായിട്ട് കൊടുക്കുന്ന, അതായത് കോച്ചുകൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് ദ്രോണാചാര്യ പുരസ്കാരം. 2 കാറ്റഗറി ആയിട്ടാണ് വന്നത്. ഒരെണ്ണം റെഗുലർ കാറ്റഗറിയും ഒന്ന് ലൈഫ് ടൈം കാറ്റഗറിയുമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് റെഗുലർ കാറ്റഗറിയിൽ ആർക്കൊക്കെയാണ് കിട്ടിയെന്ന് നോക്കാം. റെഗുലർ കാറ്റഗറിയിൽ 4 പേർക്കുണ്ട്. സുഭാഷ് റാണ പാരാ ഷൂട്ടിംഗ് ആണ്. അടുത്ത് ദീപാലി ദേശ്പാണ്ഡെയും ഷൂട്ടിംഗ് ആണ്. സന്ദീപ് സാൻവാൻ ഹോക്കി. ഓക്കെ, അടുത്ത് ലൈഫ് ടൈം കാറ്റഗറിയിൽ കിട്ടിയിട്ടുള്ളത് എസ് മുരളീധരനാണ്, അദ്ദേഹം മലയാളിയാണ്, ബാഡ്മിന്റൺ ആണ് കേട്ടോ. അടുത്ത് അർമാൻഡോ കൊലോക്കോ, ഫുട്ബോൾ ആണ്. ഓക്കെ, അപ്പോ ലൈഫ് ടൈം കാറ്റഗറി പഠിച്ചിട്ടേ, കാരണം അതിലൊരു മലയാളി ഉള്ളത് കൊണ്ട് മേ ബി അത് ചോദിക്കാൻ ചാൻസ് ഉള്ളത് കൊണ്ടാണ്. എസ് മുരളീധരനാണ്, ബാഡ്മിന്റണുമായി ബന്ധപ്പെട്ടിരിക്കുന്നു, മലയാളിയാണ്. ഓക്കെ, അടുത്ത രണ്ടാമത്തെ ആള് അർമാൻഡോ കൊലോക്കയാണ്, ഫുട്ബോൾ ആണ് കേട്ടോ. അടുത്ത്
ഇത് ലൈഫ് ടൈം. ഇനി റെഗുലറിൽ വരുന്ന സുഭാഷ് റാണ പാരാ ഷൂട്ടിംഗ് ആണ്, ദീപാലി ദേശ്പാണ്ഡെയും ഷൂട്ടിംഗ് ആണ്, സന്ദീപ് സാങ്വാൻ ഹോക്കി. അപ്പൊ ദ്രോണാചാര്യ അവാർഡ് മൊത്തം 5 പേർക്കുണ്ട്. റെഗുലർ കാറ്റഗറിയിൽ 3 പേര്, ലൈഫ് ടൈം കാറ്റഗറിയിൽ 2 പേര്. ഓക്കെ ആണല്ലോ. അടുത്തത് 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പിനെ പറ്റിയിട്ടാണ് പറയുന്നത്. 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് നമ്മൾ നേരത്തെ പറഞ്ഞ ചെസ് ചാമ്പ്യൻ ഡി ഗുഗേഷ് ആണ്. അപ്പൊ ചാമ്പ്യൻഷിപ്പിലെ മത്സരാർത്ഥികൾ ആരൊക്കെയെന്ന് നോക്കാം. ഡിങ് ലിറൻ, അതായത് ചൈനയിലെ ഡിങ് ലിറനും ഡി ഗുഗേഷ് ആണ്, ഇന്ത്യ തമിഴ്നാട്. ഓക്കെ. 2024 കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റ് ജേതാവാണ് ആര്? ഡി ഗുഗേഷ് എന്ന് പറയുന്നത്. കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിലും ജേതാവാണ് ഡി ഗുഗേഷ് എന്ന് പറയുന്നത്. ഓക്കെയാണ്. അപ്പോ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ കിരീടം നേടിയത് ആരാണ്? ഡി ഗുഗേഷ് ആണ്, തമിഴ്നാട് സ്വദേശിയാണ്. ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ്. സ്റ്റേറ്റ്മെന്റ് വൈസ് ആയിട്ട് എന്ത് വേണോ ചോദിക്കാം, സോ അതുകൊണ്ടാണ് പറയുന്നത്. ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ താരമാണ് ഡി ഗുഗേഷ്. ലോക ചെസ് ചാമ്പ്യൻ ആകുന്ന 18ാമത്തെ താരമാണ്. ഓക്കെ, ചിലപ്പോ നമുക്ക് അതായിരിക്കും വിട്ടുപോകും. നമ്മള് പ്രായം കുറഞ്ഞ ആളാണെന്ന് മാത്രം ഓർത്തു വെച്ചിട്ടുണ്ടാവും. ചാമ്പ്യൻ ആകുന്ന 18ാമത്തെ ആളാണെന്ന് കൂടെ ഓർത്തു വെച്ചിരിക്കാം. ഇദ്ദേഹത്തിന്റെ വയസ്സും 18 തന്നെയാണ് കേട്ടോ. അപ്പോ അതാണ് പ്രായം കുറഞ്ഞായിട്ട്. ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ 2ാമത്തെ ഇന്ത്യൻ താരമാണ് കേട്ടോ. ലോക ചാമ്പ്യൻഷിപ്പ് കിരീടം നേടിയ 2ാമത്തെ ഇന്ത്യൻ താരമാണ്. 1ാമത്തെ വിശ്വനാഥൻ ആനന്ദാണ്. ഓക്കെ. പിന്നീട് കഴിഞ്ഞ തവണത്തെ 2023 ലോക ചെസ് ചാമ്പ്യനാണ് ഈ ഡിങ് ലിറൻ എന്ന് പറയുന്നത്, ചൈനയെ അദ്ദേഹവുമായിട്ട് മത്സരിച്ചിട്ടാണ് ഇത്തവണ ഡി ഗുഗേഷ് 1ാം സ്ഥാനത്തേക്ക് എത്തിയത്, അതായത് ലോക ചെസ് ചാമ്പ്യൻ ആയത്. ഓക്കെ ആണല്ലോ. ഇതാണ് ലോക ചെസ് ചാമ്പ്യൻഷിപ്പ്. ആരൊക്കെയാണ് ഏതൊക്കെയാണെന്ന് പഠിക്കാം. പിന്നെ ഇതിൽ എക്സ്ട്രാ പഠിക്കാനുള്ളത് ലോകത്ത് പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യൻ ആണ്. ഓക്കെയാണ്. അടുത്ത ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ് 2024 നേടിയ വനിതയാണെന്ന് വെച്ചാൽ കൊനേരു ഹംപിയാണ്, ഇന്ത്യക്കാരിയാണ്, നമുക്കറിയാം. കിരീടം നേടിയ പുരുഷ താരം വോലോഡർ മുർസിൻ, റഷ്യ സ്വദേശി. മത്സരങ്ങളുടെ വേദി എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? ന്യൂയോർക്ക് സിറ്റി ആണ്. ഇത് റാപ്പിഡ് ആണ് കേട്ടോ. നേരത്തെ നമ്മൾ നോക്കിയത് 2024 ലോക ചെസ് ചാമ്പ്യൻഷിപ്പ് ഓക്കെയാണ്. ഇപ്പൊ നോക്കിയത് ലോക റാപ്പിഡ് ചെസ് ചാമ്പ്യൻഷിപ്പ്. ഗുഗേഷിന് ഖേൽരത്ന അവാർഡും കിട്ടിയിട്ടുണ്ട്. അപ്പൊ എല്ലാം വരുമ്പോഴത്തേനും കൺഫ്യൂഷൻ വരുന്നത് കേട്ടോ. അപ്പൊ ലോക ചെസ് ചാമ്പ്യൻഷിപ്പിൽ 2024 കിരീടം നേടിയ വനിത കൊനേരു ഹംപിയാണ്, ഇന്ത്യക്കാരിയാണ്. അതുകൊണ്ട് അത് എക്സ്ട്രാ ഓർത്തിരിക്കുക. കിരീടം നേടിയ പുരുഷ താരം വോലോഡർ മുർസിൻ, റഷ്യ. അടുത്തത് 45ാമത് ചെസ് ഒളിമ്പ്യാഡ് ആണ്. ഓക്കെ, 2024 നടന്ന 45ാമത് ചെസ് ഒളിമ്പ്യാഡ് ആണ് പറയുന്നത്. ഇതിൽ 2 വിഭാഗങ്ങളുണ്ട്, ഓപ്പൺ വിഭാഗം വനിതാ വിഭാഗങ്ങളിലും. 2 വിഭാഗങ്ങളിലും സ്വർണം നേടിയത് ഇന്ത്യയാണ്. ഓപ്പണിലും വനിതാ വിഭാഗത്തിലും സ്വർണം നേടിയത് ആരാണ്? ഇന്ത്യയാണ്. ഇന്ത്യ ആദ്യമായിട്ടാണ് ചെസ് ഒളിമ്പ്യാഡിൽ സ്വർണ്ണ മെഡൽ നേടുന്നത്. ഓക്കെയാണ്. പത്രത്തിൽ കൂടെയൊക്കെ അറിഞ്ഞിട്ടുണ്ടായിരിക്കും, പക്ഷെ നമ്മളത് അംഗങ്ങളുടെ പേരും ഒക്കെ കൂടെ ഒന്ന് സിറ്റി എവിടെ വെച്ചാണ് അതിന്റെ ക്യാപ്റ്റൻ ഒക്കെ ഒന്ന് പഠിച്ചു വയ്ക്കാം. ഓപ്പൺ വിഭാഗമാണ് ആദ്യം പറയുന്നത്. ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗത്തിലുമാണ് ഇന്ത്യക്ക് സ്വർണം കിട്ടിയത്. അപ്പൊ ഓപ്പൺ വിഭാഗത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഇന്ത്യൻ ടീം അംഗങ്ങൾ ആരൊക്കെയാണ്? ഡി ഗുഗേഷ്, ആർ പ്രജ്ഞാനന്ദ, അർജുൻ എരിഗാസി, വിദിത് ഗുജറാത്തി, പി ഹരികൃഷ്ണ. 5 പേര്. ഓക്കെ. ഇതിന്റെ ക്യാപ്റ്റൻ ശ്രീനാഥ് നാരായൺ. ഓക്കെയാണ്, ശ്രീനാഥ് നാരായണൻ. ഇത് ഓപ്പൺ വിഭാഗമാണ് പറഞ്ഞത്. അടുത്ത വനിതാ വിഭാഗം സ്വർണം നേടിയ ഇന്ത്യൻ ടീം അംഗങ്ങള് താനിയ സച്ദേവ്, വന്തിക അഗർവാൾ, ആർ വൈശാലി, ദിവ്യ ദേശ്മുഖ്, ഡി ഹരിക. അതിന്റെ ക്യാപ്റ്റൻ അഭിജിത് കുൻഡയാണ്. ഓപ്പൺ വിഭാഗത്തിൽ വ്യക്തിഗത സ്വർണം നേടിയ ഇന്ത്യൻ താരങ്ങൾ ആരംഭിച്ചാല് ഡി ഗുഗേഷും അർജുൻ എരിഗാസിയും. ഓക്കെ. അടുത്ത വനിതാ വിഭാഗത്തിൽ വ്യക്തിഗത സ്വർണം നേടിയ ഇന്ത്യൻ താരങ്ങൾ വന്തിക അഗർവാളും ദിവ്യ ദേശ്മുഖുമാണ്. ഓക്കെ. അപ്പം വനിതാ വിഭാഗമുണ്ട്, ഓപ്പൺ വിഭാഗമുണ്ട്. അതിൽ ടീമും പഠിക്കുക, വ്യക്തിഗതമായിട്ട് സ്വർണം നേടിയവരും പഠിക്കുക. ഓക്കെ. ഇതിന്റെ വേദി ബുഡാപെസ്റ്റ് ആണ്, ഹംഗറിയിലെ ബുഡാപെസ്റ്റ് ആണ് ഇതിന്റെ വേദി. അപ്പോ 45ാമത് ചെസ് ഒളിമ്പ്യാഡിനെ പറ്റിയാണ് പറയുന്നത്. ഓപ്പൺ വിഭാഗത്തിലും വനിതാ വിഭാഗങ്ങളിലും സ്വർണ്ണ മെഡൽ നേടിയത് ഇന്ത്യയാണ്. ഇന്ത്യ ആദ്യമായിട്ടാണ് സ്വർണ്ണ മെഡൽ നേടുന്നത്. ഓപ്പൺ വിഭാഗത്തിൽ ഇന്ത്യൻ ടീം അംഗങ്ങൾ ഡി ഗുഗേഷ്, ആർ പ്രജ്ഞാനന്ദ, അർജുൻ എരിഗാസി, വിദിത് ഗുജറാത്തി, പി ഹരികൃഷ്ണ. ഓക്കെയാണ്. അടുത്ത് വനിതാ വിഭാഗം സ്വർണം നേടിയ ടീം അംഗങ്ങൾ ആരൊക്കെയാണ്? താനിയ സച്ദേവ്, വന്തിക അഗർവാൾ, ആർ വൈശാലി, ദിവ്യ ദേശ്മുഖ്, ഡി ഹരികയാണ്. പിന്നെ ഇതില് വ്യക്തിഗത സ്വർണം നേടിയിട്ടുണ്ട്. ഓപ്പൺ വിഭാഗത്തിൽ വ്യക്തിഗത സ്വർണം നേടിയത് ഡി ഗുഗേഷും അർജുൻ എരിഗാസിയുമാണ്. അടുത്ത് വനിതാ വിഭാഗത്തിലാണെങ്കിൽ വന്തിക അഗർവാളും ദിവ്യ ദേശ്മുഖുമാണ്. എവിടെ വെച്ചാണ് നടന്നു വെച്ചാൽ ബുഡാപെസ്റ്റ്, ഹംഗറിയിലാണ്.
പിന്നെ അർജുന അവാർഡാണ്. അത് എല്ലാം പഠിക്കാനില്ല, അത് കാരണം 32 പേരുണ്ട്. 32 പേരെ പേര് നമുക്ക് ഓർത്തിരിക്കില്ല. 32 പേരുണ്ടെന്ന് ഓർത്ത് വയ്ക്കുക അർജുന അവാർഡ്. അപ്പൊ ഇതിപ്പോ ഇത്രയും പേരുടേത് നമുക്ക് പഠിച്ചല്ലോ. 32 പേരുള്ളത് കൊണ്ട് നിങ്ങൾ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ പറ്റും. പക്ഷെ എന്നാലും 32 പേരത് ഓർത്തിരിക്കുക കുറച്ച് കഷ്ടമാണ്. ഞാൻ പേര് മാത്രം ജസ്റ്റ് വായിച്ചു പോവാം. ജ്യോതി ആർജി, അനുറാണി, നീതു ഗംഗാസ്, സ്വീറ്റി ബോറ, വന്തിക അഗർവാൾ, സലിമ ടിറ്റെ, അഭിഷേക് നെയിൻ, സഞ്ജയ് റാണ, ജർമൻപ്രീത് സിംഗ്, സുർജീത് സിംഗ്, രാകേഷ് കുമാർ, പ്രീതിപാൽ പാൽ, ദീപ്തി ജീവാൻജി. അപ്പൊ ബാക്കി കുറച്ച് ആൾക്കാരുടെ പേര് കൂടെ ഉണ്ട്. അപ്പൊ നിങ്ങൾ അത് എന്ത് ചെയ്യുക, ഓർത്തിരിക്കുക. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് വായിച്ച് വിട്ടാൽ മതി. അല്ലാതെ 32 പേരുടെയും പേര് പഠിച്ചു വെക്കുക പോസിബിൾ അല്ല. അർജുന അവാർഡ് 32 പേർക്കാണ് കിട്ടിയതെന്ന് എങ്കിലും ഓർത്ത് വെക്കുക. അടുത്തത് 2024-2025 സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരാണ്? വെസ്റ്റ് ബംഗാൾ ആണ് സന്തോഷ് ട്രോഫി ജേതാക്കള്. ഇത് അവരുടെ 33ാമത് ടൈറ്റിലാണ് കേട്ടോ. 33ാമത് ടൈറ്റിലാണ്. 33ാമത്തെ പ്രാവശ്യമാണ് അവരിത് വിൻ ചെയ്യുന്നത്. ഏറ്റവും കൂടുതൽ തവണ വിൻ ചെയ്തതും വെസ്റ്റ് ബംഗാൾ തന്നെയാണ്. സന്തോഷ് ട്രോഫി ജേതാക്കൾ ആരാണ്? വെസ്റ്റ് ബംഗാൾ ആണ്. റണ്ണറപ്പ് കേരളമാണ്. ഹോസ്റ്റ് ചെയ്ത സിറ്റി ഹൈദരാബാദ് ആണ്. അടുത്ത വുമൻസ് അണ്ടർ-19 T20 ഏഷ്യ കപ്പിലെ ജേതാക്കൾ ഇന്ത്യയാണ്. ഹോസ്റ്റ് ചെയ്തത് ബംഗ്ലാദേശ് ആണ്. അതുപോലെ മെൻസ് അണ്ടർ-19 T20 ഏഷ്യ കപ്പ് എവിടെയാണ് ജയിച്ചത്? ബംഗ്ലാദേശ് ആണ്. ഹോസ്റ്റ് ചെയ്തത് UAE-യിലാണ്. ICC മെൻസ് T20 വേൾഡ് കപ്പ് ഇന്ത്യയാണ് ജയിച്ചത്. ഹോസ്റ്റ് ചെയ്ത സ്ഥലം USA ആണ്. വുമൻസ് 2020 വേൾഡ് കപ്പ് എവിടെ ആരാണ് ജയിച്ചത് വെച്ചാൽ ന്യൂസിലാൻഡ് ആണ്. അത് ഹോസ്റ്റ് ചെയ്ത് UAE ആണ്. ഇത് USA ആണ്. UAE മാറിപ്പോരുത്. പിന്നെ ഉള്ളത് സുൽത്താൻ അസ്ലൻ ഷാ കപ്പ്, ഹോക്കിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കപ്പാണ്. സുൽത്താൻ അസ്ലൻ ഷാ കപ്പ് അത് 2024 ജയിച്ചത് ജപ്പാനാണ്. ഹോസ്റ്റ് ചെയ്തത് മലേഷ്യ. പിന്നെ നമ്മുടെ രഞ്ജി ട്രോഫി 2024 വിജയിച്ചത് ആരാണ്? മുംബൈ ആണ്. അപ്പൊ ഇത്രയാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള കായിക പുരസ്കാരങ്ങള്. ബാക്കിയുള്ള കായിക പുരസ്കാരങ്ങൾ വേറെ വീഡിയോയിൽ ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാം കൂടെ കൺഫ്യൂഷൻ ആക്കേണ്ട വെച്ചിട്ട് നമ്മൾ അതിൽ അപ്ഡേറ്റ് ചെയ്യാത്ത വീഡിയോസ് ആണ് ഇതിൽ ചെയ്തത്. അപ്പൊ ഇനി 10th പ്രിലിംസിന്റെ ബാക്കി സ്റ്റേജ് ഉള്ളവരും ബാക്കി ഒരുപാട് എക്സാംസ് വരാനിരിപ്പുണ്ട്. അതിലൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കായിക പുരസ്കാരങ്ങൾ. സോ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.